നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. വീണ്ടും സ്വർണത്തിന്റെ വില രൂപ ഏറിയിരിക്കുന്നു. 24 ക്യാരറ്റിന് രൂപ ഏറിയിരിക്കുന്നു. ഇതൊരു മാറ്റവും ഇല്ല എന്ന് പറയുന്നു. പക്ഷെ വെള്ളിയുടെ കഥ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1,20,000 രൂപ, 2,10,000 രൂപയ്ക്ക് കൂടെ നിങ്ങളെ കൊണ്ട് വിൽക്കാൻ പറ്റൂല. രൂപ 96.25 തത്തൊളിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് കുറച്ച് 95, 90ക്ക് വരെ അത് ചെന്നായിരുന്നു. എണ്ണ വന്നിട്ട് 100 93 വന്നിരിക്കുന്നു. കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ബാസ്ക്കറ്റ് 93, 94 തന്നെ ഇരിക്കും. നിഫ്റ്റി വന്നിട്ട് വളരെ ആക്രോശമായിട്ട് 24 കടന്നാണ് പോകുന്നു. പക്ഷെ കുറച്ച് മുമ്പ് അത് കുറഞ്ഞായിരുന്നു. ഇപ്പോൾ 24,000 കുറച്ച് കുറവാണ്. ബാങ്ക് നിഫ്റ്റി 500 പോയിന്റ് വരയ്ക്ക് മുകളിൽ ചെന്നായിരുന്നു. പിന്നെ 349 പ്ലസിലും തീർന്നായിരുന്നു. IT 2.2% അപ്പാണ്. പിന്നെ ഫാർമ 1% അപ്പ്, FMCG 1% അപ്പ്, ഓട്ടോ 1.6% അപ്പാണ്. ഇന്ന് 0.6% അപ്പ്. ഇന്ന് ആൾക്കാരെ കയ്യിൽ പിടിക്കാൻ പറ്റൂല, ആ ലെവലിലാണ് ഏറിയിരിക്കുന്നത്. 3 പട്ടാസ് ലിസ്റ്റ് സ്റ്റോക്ക് 52 വീക്ക് ഹൈ ആണ്. ഒന്ന് IDFC ഫസ്റ്റ്, അടുത്ത ഒന്ന് തമിഴ്നാട് മെർക്കൻഡൈൽ ബാങ്ക്, മൂന്നാമതുള്ളത് വന്നിട്ട് മണപ്പുറമാണ്. മൂന്നും ദില്ലി പോലെ ഏറിയിട്ടുണ്ട്. തമിഴ്നാട് മെർക്കൻഡൈൽ ബാങ്കിന് ഒരുപാട് ആൾക്കാർ ഒപ്പാരി വെച്ചായിരുന്നു. ഒപ്പാരി വച്ചവരൊക്കെ ഇനി സന്തോഷിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 11% ഇന്ന് അപ്പ്. ഇൻഫോസിസ് 3.5% അപ്പാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് അപ്പ്, ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിൾ അപ്പ്, TCS അപ്പ്, തങ്കമയിൽ അപ്പ്, മഹേന്ദ്ര അപ്പ്. ഇതൊക്കെ 2%ൻ്റെ മുകളിലാണ്. തങ്കമയിൽ അവസാനം 6% അപ്പാണ്. പിന്നെ അവസാനം ടെക് മഹേന്ദ്രയും 2% അപ്പാണ്. TVS ലാബ്, മുത്തൂറ്റ് ഫൈനാൻസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇതൊക്കെ 1.5% മുകളിൽ അപ്പാണ്. TC കൂടെ പോയാ പോട്ടെന്ന് പറഞ്ഞ് 0.85 ആണ് അപ്പ്. പിന്നെ നാക്കോ 1% അപ്പ്, മണപ്പുറം 1.9% അപ്പ്. പക്ഷേ 52 വീക്ക് ഹൈ ആണ്. മാർക്കറ്റ് ഒരേ ഗുഷിയിലാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ട് മാർക്കറ്റ് ഇങ്ങനെ ഗുഷിയായിരിക്കുന്നത് എന്നാൽ, മുമ്പ് കുറച്ച് ദിവസം കൊണ്ട് ഞാൻ റെസ്റ്റ് എടുക്കുന്നു. ഗുണ്ടിട്ട് ടയേർഡായി ഞങ്ങൾ ഒരു ദിവസത്തിൽ പേശി തീർക്കാമെന്ന് പറഞ്ഞാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇരിക്കുന്ന സ്ഥിതിക്ക് ഒന്നും സംസാരിക്കാനൊന്നുമില്ല. 2 ദിവസത്തിന് ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഇരുന്നും സെൻട്രൽ ബാങ്കുകൾ എന്താണ് ചെയ്യാൻ പോകുന്നു എന്ന് അറിയുന്നില്ല. നിങ്ങളുടെ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, അടുത്ത ആഴ്ച മാർക്കറ്റ് എങ്ങനെ ഇരിക്കുമെന്നും വിഷ്ണു ചോദിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു. 2 വിധത്തിൽ. ട്രംപ് റെസ്റ്റ് എടുക്കുവാണെങ്കിൽ മാർക്കറ്റ് കയറും. ട്രംപ് ആക്റ്റീവായി വിടുവാണെങ്കിൽ ആ മാർക്കറ്റ് വീഴും. ഈ സമയം കൊണ്ട് ട്രംപ് റെസ്റ്റാണ് എടുക്കുന്നത്. ഇത്രയും ദിവസം റെസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റൂല. ഇപ്പോൾ ഇരിക്കുന്ന സ്ഥിതിക്ക് റെസ്റ്റ്. ഇപ്പോൾ ഇരിക്കുന്ന സ്ഥിതിക്ക് എല്ലാവരും ബാൻ ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റണം. അമേരിക്ക എന്ത് പറയുന്നു എന്നാൽ ഇപ്പോൾ നോ ചേഞ്ച് എന്ന് പറയുന്നു. ഇപ്പോൾ നോ ചേഞ്ച് എന്ന് പറയുവാണെങ്കിൽ ഗോൾഡ് കയറും. സംസാരിക്കുന്ന സമയം വല്ല ഹക്കിഷ സംസാരിക്കും. ഇന്ത്യയിൽ ക്രൂഡ് ബാസ്ക്കറ്റ് 52% കയറി. $103 മുകളിൽ ചെന്നായിരുന്നു. ഇനി 2% കുറഞ്ഞിരുന്നാലും 99 താളമില്ല. 20 ദിവസത്തിൽ ട്രംപ് ഭാഗവതർ കയറ്റിയതാണ്. ഓൾറെഡി ലാസ് ഭയങ്കരമായിട്ട് ഏറിയിരിക്കുന്നു. HPCL-ഉം BPCL-ഉം. US ഫെഡറൽ റിസർവ് ഇപ്പം നിങ്ങൾ റേറ്റിനെ കയറ്റൂല, പക്ഷേ റേറ്റിനെ കുറയ്ക്കുമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3.5 3.25%. അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും റേറ്റ് കയറ്റുമെന്നാണ് മാർക്കറ്റ് എതിർനോക്കുന്നു. അതേസമയം ട്രംപ് റേറ്റിനെ കുറയ്ക്കുമെന്നാണ് എതിർനോക്കുന്നത്. എനിവേ 3.5 3.25 എന്ന് പറയുന്നത് വളരെ ഹൈ % ആണ്. ഈ റേറ്റിന് FII ഒക്കെ വന്ന് സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ ഒന്നും വരില്ല. അടുത്തത് FII വന്നിട്ട് 75% നിഫ്റ്റി 50 പൊസിഷനെ കുറച്ചിരിക്കുന്നു. ഇതിൽ മാക്സ്, എക്സ്റ്റേണൽ, HDFC ലൈഫ്, സിപ്ല, അദാനി ഇതൊക്കെയാണ് മെയിൻ. ഇപ്പോൾ ചില പതിലൊക്കെ ട്രിപ്ലിംഗ് ചെയ്തിരിക്കുന്നു. അതായത് HDFC ബാങ്ക്, റിലയൻസ്, ഇൻഫോസിസ് 13 കമ്പനികളിൽ ഷെയറിനെ ഏറ്റിയിരിക്കുന്നു. ടോപ്പ് കമ്പനീസ് പോയി 3 വാരത്തിൽ 1 ലക്ഷം കോടിക്ക് ഗോൾ വിട്ടിരിക്കുന്നു. അതിൽ കുറച്ച് ഈ പ്രാവശ്യം കയറ്റിയിരിക്കുന്നു. അതിനുശേഷം HDFC ബാങ്ക് വന്നിട്ട് കഷ്ടത്തിലാണ് ഇരിക്കുന്നു. എന്തുകൊണ്ട് കഷ്ടത്തിലിരിക്കുന്നു എന്നാൽ, അയ്യോ എന്ന് വിഷമിക്കുന്ന ഒരു പ്രോബ്ലത്തിലാണ് ഇരിക്കുന്നത്. കാരണം ഡെപ്പോസിറ്റ് ആരും ഇടുന്നില്ല. ഡെപ്പോസിറ്റ് ഇട്ടാൽ തന്നെ ഉരുപ്പെടും. IDFC ബാങ്കിന് Q1 പോയ വർഷത്തിനെക്കാട്ടിലും ഡബിൾ പ്രോഫിറ്റ് കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവർ 20,000 കോടി ഫണ്ട് റിലീസ് ചെയ്യാതെ ഇരിക്കുന്നു. 20,000 കോടിക്ക് എത്രയാണ് ഡെപ്റ്റ്, എത്രയാണ് ഇക്വിറ്റി എന്ന് അറിയാൻ പറ്റുന്നില്ല. ഈക്വിറ്റി ഡയല്യൂഷൻ ആകുവാണെങ്കിൽ സ്റ്റോക്ക് കുറയും. ബോണ്ട വാങ്ങുവാണെങ്കിൽ സ്റ്റോക്കിൻ്റെ വില ഏറും. ഇക്വിറ്റി ഇൻഫ്യൂഷൻ ഇരിക്കണോ ഇല്ല എന്നത് പോകെ തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ ഗാസ പൊസിഷനെ സ്ട്രെങ്തൻ ചെയ്തിരിക്കുന്നു. ബാൻഡ് ഇന്നും സ്ട്രെങ്തൻ ആയിക്കൊണ്ടേ ഇരിക്കുന്നു. സോ വിഷമിക്കാൻ ഒന്നുമില്ല. കറക്റ്റ് സ്റ്റെപ്സ് എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ കറക്റ്റ് അതിന് വെച്ചുകൊണ്ടിരിക്കുന്നു.
ടാറ്റ കൺസ്യൂമർ എന്ത് പറയുന്നു എന്നാൽ ഞങ്ങൾ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കൊണ്ടുവരാൻ പോകുന്നു. ന്യൂ ഏജ് ബിസിനസ് ഒരുപാട് ഞങ്ങൾ പിടിക്കും എന്നൊക്കെയാണ് പറയുന്നു. അപ്പോൾ ബേസിക്കലി എന്തെന്ന് വെച്ചാൽ ഇന്നും കുറച്ച് ഡൈവേഴ്സിഫൈ ചെയ്ത് ഇന്നും പ്രോഡക്ട്സ് ആഡ് ചെയ്യും. സിപ്ല വന്നിട്ട് വളരെ കഷ്ടമായിട്ടുള്ള ഒരു പൈപ്പ് ലൈനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നു. ഇന്ത്യയിൽ എല്ലിലിയുടെ ഒപ്പം സയാൻഡ് സെമി ഗ്ലൂട്ടൈഡിനെ ഇപ്പോൾ തള്ളി വച്ചിരിക്കുന്നു. കാരണം അവർ എതിർനോക്കിയ മാർക്കറ്റ് സെമി ഗ്ലൂട്ടൈഡിലില്ല. ടാറ്റ സ്റ്റീൽ എന്ത് പറയുന്നു എന്നാൽ ഈസി വെൽത്ത് എന്ന് പറയുന്ന ടെക്നോളജി ഞങ്ങൾ ട്രൈ ചെയ്തിരിക്കുന്നു. ഓക്ക് യൂസിങ് എമിഷനെ ഞങ്ങൾ കട്ട് ചെയ്ത് എൻവറോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതിനെ ചെയ്യുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. കമ്പനി വന്നിട്ട് 2500 കോടി ഇൻവെസ്റ്റ് ചെയ്ത് 20% ഓഫ് ദി ബ്ലാസ്റ്റ് ഫർണസിനെ വന്ന് ഗ്രീൻ ആക്കാൻ പോകുന്നു. അങ്ങനെയുള്ള ഈ പ്രോഡക്റ്റിനെ യൂസ് ചെയ്യാമോ വേണ്ടാമോ എന്ന് അവർ നോക്കുന്നു. സെൻട്രൽ ബാങ്ക് എന്ത് പറയുന്നു എന്നാൽ വിക്കി ഫൈനാൻസും മൈക്രോ ഫൈനാൻസും സൈഡ് കയറുമെന്ന് പറയുന്നു. ഇൻഡസെൻഡിന് ജനറൽ ഇൻഷുറൻസ് കമ്പനി, അതായത് റിലയൻസിലിരുന്ന് ആക്ഷനിൽ വാങ്ങിയ കമ്പനിയിൽ 5000 കോടിനെ വിടാമോ എന്ന് ബെയിൻ ക്യാപിറ്റൽ നോക്കുന്നു. ബെയിൻ ക്യാപിറ്റൽ മണപ്പുറത്തിനെയും വാങ്ങി വച്ചിരിക്കുന്നു. അതുപോലെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിപ്രോ കൺസ്യൂമർ, മുരുകപ്പ ഗ്രൂപ്പും ഡബിൾ ഹോർസ് എന്ന് പറയുന്ന ഒരു കേരള ഫുഡ് ബ്രാൻഡിന് ഇത് 2 പേരുടെ മല്ലൊഴിക്കുന്നു. പറയുന്നു 3 ഡീലിൽ കാശ് ചെയ്യാൻ പറ്റുന്നില്ല, ലോസിലാണ് ഇരിക്കുന്നു. ഇതിൽ ബെൻസ്, അതിലൊന്ന് ഡാൽമേർ ബെൻസ്, റാൻഗാർഡ്, ഡാൽമേ ട്രക്ക്, മെക്കഡേസ് ബെൻസ്, ഈ 3 ഞങ്ങൾ കളക്ട് വിടാൻ പോകുന്നു. നിങ്ങൾക്ക് ഇതിൽ ലാഭമില്ല എന്ന് പറഞ്ഞു. വന്ന് ഇന്ത്യൻ IT ഇൻഡസ്ട്രിയിൽ പ്രൈസിങ് വാറിന് അയച്ചു വിട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ എഞ്ചിനീയറിൻ്റെ ശമ്പളത്തിലാണ് കൈവയ്ക്കുമെന്ന് പറയുന്നു. ഒരു IPO ഇൻഡസ്ട്രിയിൽ ഓഗസ്റ്റിൽ 35,000 കോടി വരാൻ പോകുന്നു. ഇത് ഫുൾ ആൻഡ് ഫുൾ മ്യൂച്വൽ ഫണ്ട് തന്നെ വാങ്ങണം. കാർഷിക കമ്പനിയും ഒന്നും ഇല്ലാത്ത ഒരു കമ്പനികളാണ്. ഫോൺ പേക്ക് എങ്ങനെ ബിസിനസ് ചെയ്യണം, പെട്ടെന്ന് മോഡൽ വാങ്ങണമെന്നേ അവർക്ക് അറിയാൻ പറ്റുന്നില്ല. ഇടാൻ പോകുന്നു എന്ന് പറയുന്നു. SBI ഇട്ട ഓൾറെഡി കാശിന് ഉരിഞ്ഞെടുത്തു. സിപ്ല ചോദിച്ചപ്പോൾ മണിപ്പാലം ഇടുന്നാണ് പറയുന്നത്. ഇതിൽ ഒന്നും ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ല. ഇത് ഒന്നുകിൽ നിങ്ങൾ കൈവയ്ക്കാതിരിക്കുന്നതാണ് വളരെ നല്ലത്. ശ്രീറാം ട്രാൻസ്പോർട്ട് ഫൈനാൻസ് എന്ത് പറയുന്നു എന്നാൽ എന്തിടാ മറ്റവർ തന്നെ കാശടിക്കണോ, ഞാനും ഗോൾഡ് ലോൺ ബിസിനസ്സിൽ ഇറങ്ങും. ഇപ്പോൾ ജസ്റ്റ് 7500 കോടി ഞാൻ വച്ചിരിക്കുന്നു. ഞാനും ആ പോട്ടിയിൽ കൊതിച്ച് 20,000 കോടി ആക്കും നോക്കിക്കോ എന്ന് പറഞ്ഞിരിക്കുന്നു. അവർ തന്നെ ഇന്ത്യയുടെ EV എക്സ്പോർട്ട്സും 14 ഫോൾഡ് ആയിരിക്കുന്നു. അവശി മാരുതി EV തന്നെ അവർ എക്സ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ 14 എന്നൊക്കെ വലിയ നമ്പർ എന്നൊന്നും വിചാരിക്കേണ്ട. ഒരു കാർ വിറ്റുകൊണ്ടിരുന്നവരൊക്കെ ഒരു 14 കാർ വിൽക്കുന്നു. ഇപ്പോൾ വിറ്റാറ എന്നെ മഹീന്ദ്രയും ടാറ്റാസിനെയും അതിലൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് തുറക്കുന്നു. പോയ ആഴ്ചയിൽ പറഞ്ഞല്ലേ പുതിയ പേരിന് വെച്ച് നെക്സോൺ ഇറക്കുന്ന കാര്യം. ഇവിടെയാണ് ഇന്ത്യയുടെ പർച്ചേസിംഗ് മാനേജർ ഇൻഡെക്സ് വന്ന് 4 ഇയർ ലോയ്ക്ക് ചെന്നിരിക്കുന്നു. എന്നു വെച്ചാൽ ഗ്രോത്ത് അതിപാതാളത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്നാണ് അർത്ഥം. NVIDIAയും XKയും എന്ത് പറയുന്നു എന്നാൽ ലാഭമാണ് ഈ OpenAI. ഒരു $500 ബില്യൺ ഞങ്ങൾ തന്നെ കൊടുത്ത് നിങ്ങൾ ഡേറ്റാ സെൻറ്റർ റെഡി ചെയ്യുന്നു എന്ന് പറയുന്നു. ബേസിക്കലി എന്തെന്ന് വെച്ചാൽ ഡേറ്റാ സെൻറ്റർ എന്ന് വെച്ചാൽ ബേസിക്കലി വന്ന് ഇത് റൗണ്ട് ട്രിപ്പിംഗ് ആണ്. ഇവിടുത്തെ പ്രോഡക്റ്റ് വാങ്ങും, ഇവിടുത്തെ കൊടുത്ത് പിന്നെ വിറ്റു എന്ന് പറയും. റൗണ്ട് ട്രിപ്പിംഗ് എന്ത് നടക്കാൻ പോകുന്നു എന്നാൽ കാരണം മാർക്കറ്റിൽ നിന്ന് കയറി എന്ന് ആൾക്കാർ പറയുന്നു. അല്ലാണ്ട് മെർക്കൻറ്റൈൽ ബാങ്കിൻ്റെ പ്രോഫിറ്റ് 35% കയറി 400 കോടിക്ക് പോയിരിക്കുന്നു. മെയിനാ വന്നിട്ട് NBI കുറഞ്ഞിരിക്കുന്നു. ആക്ച്വൽ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഒരുപാട് ദിവസത്തിന് മുമ്പ് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇൻട്യൂഷൻ ഒരാൾ അതിനെ വാങ്ങുന്ന പോക്ക് മുൻപേ തന്നെ ഈ മെറ്റീരിയൽസിനൊക്കെ ഓർഡർ കൊടുത്ത് സ്റ്റോക്കൊക്കെ വൈഫിൻ്റെ അക്കൗണ്ടിനും സ്വന്തക്കാരുടെ അക്കൗണ്ടിനും വാങ്ങി വച്ചിരിക്കും. കൊടുത്തുടനെ അത് വിൽക്കും. പോലെ 30 കോടി രൂപയ്ക്ക് മുകളിൽ സമ്പാദിച്ചിരിക്കുന്നു കണ്ടുപിടിച്ച്. മാർക്കറ്റിൽ നിന്ന് 7 വർഷത്തിന് തള്ളി വച്ചിരിക്കുന്നു. കാരണം മിറേൻ ജോഷി 7 വർഷത്തിന് മാർക്കറ്റിൽ വരാൻ പറ്റൂല. ആക്സിസ് ബാങ്ക് മ്യൂച്വൽ ഫണ്ടിൽ ചെയ്തതാണ്. കല്യാൺ ജുവലേഴ്സ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ മ്യൂച്വൽ ഫണ്ട് മോത്തിലാൽ ആസ്വാൽ വന്ന് 5 കോടി ഷെയർസിനെ വിൽക്കുമെന്ന് ടോട്ടൽ അവർ 10% അടുത്ത് സ്റ്റേക്ക് വച്ചിരിക്കുന്നു. പോയ പ്രാവശ്യം വാൻവർക്ക് വെളിയിൽ പോയപ്പോൾ ഡീലിംഗ് ചെയ്ത് കോൺട്രവേഴ്സിയായി. അവർ തന്നെ ഒരു 5 കോടി ഷെയറിനെ വിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു ന്യൂസാണ്. ഇതായിട്ട് വിടുന്നില്ല, ഒരു 50-20 കൂടെ ഇറങ്ങിയാൽ നോക്കാം. ഇപ്പം തന്നെ ഹൈലി ഓവർ വാല്യൂഡാണ്. ഏത് നമ്മളെ കല്യാൺ കുറച്ച് പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓവറാളെ നോക്കിയെങ്കിൽ മാർക്കറ്റിന് റിലീഫ് റാലി ട്രംപ് കാരണമും NVIDIA കാരണവും കിട്ടിയിരിക്കുന്നു. എത്രയും ദിവസം ഇങ്ങനെ പോകുമെന്ന് നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല. ഇരിക്കുന്ന വരയ്ക്കും എൻജോയ് ചെയ്യാം. അതിൻ്റെ ശേഷം അടിക്കുന്ന സമയം എന്ത് ചെയ്യാമെന്ന് നോക്കാം. ഈ കഷ്ടമായ സമയം 3 സ്റ്റോക്ക് ഇട്ടടിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. എല്ലാവരും പ്രോഫിറ്റ് ചെയ്തിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.
എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു രണ്ടാമത് പാർട്ട്, ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്ക് കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ഇനിയും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക്